യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 3 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഉണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവുക ഉരുളക്കിഴങ്ങ്. അത് അടച്ചു വെച്ച് ഒരു 3 വിസിലിന് ഓഫാക്കി, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒരു 3 വിസിലും കൂടെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം ഈ ഒരു പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോൾ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പേസ്റ്റ് കിട്ടും. ഇത് മിക്സിയിലിട്ട് അരയ്ക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ചെയ്താൽ മതി. ഇത് കണ്ടോ, അതിൻ്റെ അടിഭാഗത്ത് ആയിട്ട് നല്ല പേസ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. എടുത്ത് നമുക്ക് മാറ്റാം. പിന്നെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. കറിയിലൊക്കെ ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചും ഒക്കെ എടുക്കും, സ്മാഷ് ചെയ്തൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴും ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ ഇത് നമുക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ചിലപ്പം 1 കപ്പ് മതിയാവില്ല കേട്ടോ. നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ കോൺഫ്ലോറിന്റെ അളവ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഉരുളക്കിഴങ്ങിൽ പലതിലും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ചില ഉരുളക്കിഴങ്ങിന് ഇത്രയും വേണ്ടി വരില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്, അങ്ങനെ ഒട്ടരുത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പും കൂടിയൊക്കെ വേണ്ടി വരും. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇല്ല, ഞാനിപ്പോൾ 1/2 കപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മൊത്തം നമ്മൾ കോൺഫ്ലോർ 150 ഗ്രാമാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചപ്പാത്തി മാവ് പോലിന്റെ പരുവമായിട്ട് കിട്ടണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഷേപ്പും ടെക്സ്ചറും ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടാൻ പറ്റണം. ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു പ്ലേറ്റിൽ എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും മതി. ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് അത് തേച്ചാൽ മതി. എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അതെടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ സ്മൈലിനെയൊക്കെ ഒന്ന് ചിരിപ്പിക്കാം. ആദ്യം നമുക്ക് 2 കണ്ണ് വെച്ച് കൊടുക്കാം. ഉരുണ്ട അറ്റമുള്ള സ്പൂൺ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് 2 കണ്ണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഒന്ന് കണ്ണ് വെച്ചിട്ടുണ്ട്. ആ കണ്ണ് വെക്കലല്ല. ഇനി നമുക്ക് എല്ലാവരും ഒന്ന് ചിരിപ്പിച്ചു കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി. ചിരിച്ച മുഖം കാണാൻ എന്ത് ഭംഗിയാലേ. നമ്മളെ കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങ് ചിരിക്കട്ടെ. എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിടർത്തി. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാവേ. ഇനി എല്ലാവരും ആ എണ്ണയിൽ കിടന്ന് നല്ല കുട്ടപ്പന്മാരായിട്ട് മൊരിഞ്ഞ് വരട്ടെ. തീ അധികം കൂട്ടി വെക്കണ്ട. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി.